വാട്ട് എ ബ്യൂട്ടി. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മേൻ്റെ അങ്ങനെയാണ് പോയത്. ശരിക്കും ഞാൻ ഇന്ന് ഇഞ്ച പോലെ തന്നെ ആയിരുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല അതിന് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ, അതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ശരിക്കും ഇന്നലെ പോകാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ബ്രദറും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നിൽക്കുകയാണ് ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നും വിചാരിച്ചപ്പോൾ ഇൻ്റെ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാനും പറ്റൂലല്ലോ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ച്. അതിനെ കൊണ്ട് ഐ ഡിസൈഡ് എന്ത് വീഡിയോ എടുത്താലോ, ആട്ട് പോകുന്നതൊക്കെ അങ്ങ് വീഡിയോ എടുക്കുക, അതാണല്ലോ. സോ വളരെ മൂടി കാലാവസ്ഥയാണ്. ഇത്രയും നേരം മഴ പെയ്തിരുന്നു, പക്ഷെ ഇപ്പം പെയ്യുന്നില്ല. അങ്ങനെയാണല്ലോ, അതായത് നമ്മൾ കോട്ടിട്ടാൽ, അതായത് പുറത്തിറങ്ങിയാൽ മാത്രമേ മഴ പെയ്യൂ. അതും പുറത്തിറങ്ങി കോട്ടിട്ടാൽ മഴ പെയ്യയില്ല, കോട്ട് ഊരുമ്പോഴേക്ക് മഴ പെയ്യും. അതാണല്ലോ പ്രകൃതിയുടെ ഒരു ശാസ്ത്രം. എന്തായാലും ഏട്ടൻ എന്താണ് എടുക്കുന്നത് നോക്കാം, എന്നിട്ട് ഓന് ഒരുക്കിയിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ആടെ മേമനപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. വലിയ മോടെ പോസ്റ്റാണ്. ഒരു ബട്ടർഫ്ലൈ പോയി ഇൻ്റെ അടുത്തൊരു സാധനം നിൽക്കില്ല. എന്തൊരു കഷ്ടമാണ്. പോവാ സൺസ്ക്രീൻ ഇട്ടാട്ടെ. സൺസ്ക്രീൻ അതിന് ഈ മഴക്കാലത്ത് ഇട്ടിട്ട് കാര്യമുണ്ട്. മഴക്കാലത്തും വേനൽക്കാലത്തും പറ്റെങ്കിൽ രാത്രി ഇടണം. എനിക്ക് കുറച്ച് ജെല്ല് കിട്ടിയാൽ എൻ്റെ മുടി കുറച്ച് ദിവസം മെനയിൽ നിൽക്കും. ഇതാണ് മുടിയാണ് പെരുന്തൊയ്യലോ, എന്തൊരു കഷ്ടമാണ്. മുടിയാണ് പെരുന്തൊയ്യലോന്ന്. ഹെയർ ഓയിൽസ്, മറ്റേ ഇതൊക്കെ നല്ലോണം കെയർ ചെയ്യണം. ഓക്കെ, ഇത് ഞങ്ങൾ പരസ്യം അല്ലാത്ത കൊണ്ട് ഒന്നും കാണിക്കില്ല. ഓലി ഞങ്ങൾക്ക് എന്ന് പരസ്യം തരുന്നു അന്ന് കാണിച്ചു തരും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ എല്ലാത്തിൻ്റെയും റിവ്യൂ ഇട്ടോ, ഞാൻ വിശ്വസിക്കാം അല്ലേ? നല്ലോണം വിശ്വസിക്കാം. പിന്നെ ഇതിങ്ങനെയാണ് മോയ്സ്ചറൈസർ വെക്ക് ഇതാക്കുന്ന കുറച്ച് ഉണ്ടാക്കിയല്ലോ. ഞാൻ എന്തായാലും രാവിലെ ഡ്രിമ്മൊക്കെ ചെയ്ത് കുട്ടപ്പനായി നിൽക്കുകയാണ്. എന്തായാലും ഞാൻ ഇവനെ ഒരുക്കി ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ. ഞാൻ നോക്കുമ്പോൾ ഇവനെ അങ്ങോട്ട് അടുത്തൊന്നും കൈ വെക്കുന്നില്ല. ഇതിലൊരു മണ്ണാച്ചാൻ വീണെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവന് കൈ വെക്കാൻ പോയപ്പോ ദൂരത്ത് നിന്ന് ശരിക്കും കുറേ ആൾക്കാരെ കൊന്നിട്ട്. അതായത് എന്ത് പേടി അറിയോ, അതായത് ശരിക്കും എന്താണ് മണ്ണാച്ചാൻ നിങ്ങളൊക്കെ ചെയ്യുന്നത്? അതായത് ഇങ്ങനെ പേടിക്കല്ല. ഞാൻ കൊന്നിട്ടതാ, 2 സെക്കൻഡ് കൊണ്ട് കൊന്നതാ. അതല്ല, എനിക്ക് അറിയായിട്ട് ചോദിക്കുക. മണ്ണാച്ചനെ പേടിയുള്ള ഒരാളെ മെന്റാലിറ്റിക്ക് അറിയായിട്ട് നിങ്ങളെ മണ്ണാച്ചൻ എന്താണ് ചെയ്യല്? നിങ്ങൾക്ക് എന്താണ് ഫീല് ചെയ്യല്? അതൊന്ന് പറയൂ, പറഞ്ഞിട്ട് പോകും. ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ അറിയാനാ ഞാൻ നടക്കുന്നത്. അതല്ല, ആക്ച്വലി മണ്ണാച്ചൻ പിന്നെ പേടിക്കാൻ അത്ര എന്താ ഇങ്ങനെ നടക്കുന്നതിൻ്റെതാണോ ഇങ്ങനെ? എന്താണ് ശരിക്കും ഇവർക്ക് അതായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇത് വൈഷ്ണവിനോട് ചോദിച്ചപ്പോൾ വൈഷ്ണവ് പറഞ്ഞത് അതിങ്ങനെ നടന്ന് വരുമ്പോ ഒരുമാതിരി എന്തൊക്കെ ഓലിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഓൻ പറഞ്ഞത്. അതായത് നമ്മൾ ചെറുപ്പത്തിലേ അമ്മമാരൊക്കെ നമ്മളെ പേടിപ്പിക്കൂലേ, അതിന് പെട്ടൊരു പേടിയുണ്ട്. പേടിപ്പിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പേടിപ്പിച്ചിട്ടാണെന്നോ? ഇപ്പൊ ഇത് പിന്നെ വേറെ ഒന്നും കിട്ടോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പേടിയിലൊന്നാണ് മണ്ണാച്ചന്റെ. ശരിക്കും പാമ്പിനെ പേടിയില്ല, പക്ഷെ എനിക്ക് പാമ്പിനെ പേടിയാണ്, മണ്ണാച്ചനെ പേടിയില്ല. ഓരോ കാര്യങ്ങളെ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് മണ്ണാച്ചനെ പേടിയുണ്ടോ, അല്ലെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്, അസാധനമൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് സ്പ്രേ അടിക്കണ്ടേ? ഓ, ഇവിടുത്തെ മാത്രമേ ഉള്ളൂ, ഇനി സ്പ്രേ അടിക്കണ്ടേ? അതിന് സ്പ്രേ അടിക്കണ്ടേ? താടോ എന്തെന്നാടോ? 2 അടി എങ്കിൽ 2 അടി. ഇത് ഞങ്ങൾ കമ്പനി വെളിപ്പെടുത്തുന്നുള്ള. അതെ, ഇപ്പുറത്തെ ഭാഗത്താണ് പേരുള്ളത്. ഞങ്ങൾ കമ്പനി വെളിപ്പെടുത്തൂല. അതെ, കമ്പനി എന്ന് ഞങ്ങൾക്ക് പരസ്യം തരുന്ന അന്ന് മാത്രമേ വെളിപ്പെടുത്തൂ. ഒരു അടി കൂടി ഇവിടെ നെക്കില് ഹഗ് ചെയ്യണ്ട. ഇനി ഹഗ് ചെയ്യാനല്ല, സിംഗിളായ എനിക്കൊക്കെ എന്ത് ഹഗ്. എന്നിട്ട് ഇങ്ങനത്തിനാടൊക്കെ ഇതാക്കുന്നത്? ഇഞ്ച വേട്ടേ മതി.
അതിൻ്റെ പടി. ഓക്കെ, കൃതാക്തനായി. അപ്പോൾ ഇതാണ് സ്പ്രേ. അതെ, അപ്പോൾ ഇതാണ് സ്പ്രേ. ലെറ്റ്സ് ഗോ. നമ്മൾ പോവല്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തു? എല്ലാം എടുത്തു. അതെന്താ? ഓക്കെ, എല്ലാം എടുത്ത്. ലെറ്റ്സ് ഗോ. വാതിലൊക്കെ അടിച്ച് ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടെ. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈക്കുമേലൊക്കെ കയറി പോകാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാവും പെരും മഴ. നമ്മൾ മഴ പെയ്ത കോട്ട് എടുത്തിട്ട് അടിക്കൂടെ കയറുമ്പോ ഞങ്ങൾ മാത്രം കോട്ടിട്ട് നല്ല പെരും വെയിലത്ത് കോട്ടിട്ട് വരും. അതായത് മറ്റേ ഏതൊരു സിനിമയിലില്ല ഇങ്ങനെ എന്താ സുഖത്തെ എല്ലാവരും നമ്മളെ നോക്കുന്നത്, അതേപോലെ തന്നെ ആയിരുന്നു. ഞങ്ങള് പെരും വെയിലത്ത് കോട്ട് വിട്ട് വരുന്നേ. ഈ ഞങ്ങൾ ചലിക്കട്ടെ. ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു കറണ്ട് ബില്ല് അടിക്കാനുണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ എത്രയാണ് ബില്ല് എന്ന് ഞാൻ എന്നോട് ചോദിച്ചത്. എത്ര ബില്ല്? 18,500. അതെന്താക്കിയതാക്കള്? ഓർമ്മല്ല. സാധാരണ എത്ര ഉപയോഗിക്കില്ല, ചത്ത തന്നെ ഉപയോഗിച്ച് 18,500 റുപ്യ ആക്കി. എന്നിട്ട് ഒരു നോട്ടൊക്കെ തന്നെ എണ്ണി കുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഇവിടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. ഇനി 2 മണി വരെ വെയിറ്റ് ചെയ്യണം. 1 മണി to 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. അന്നപ്പാണ് ഇപ്പം പറഞ്ഞത് ഇവിടെ ഒരു കിട്ടിയില്ലം പഞ്ഞ കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി പന്നൊക്കെ കഴിച്ചിട്ട് വരാം. നല്ല ബട്ടർ പഞ്ഞ്, നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അതുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ബട്ടർ പഞ്ഞ ഫസ്റ്റ് ടൈം അതുണ്ടായി. ജലജാബേക്കല്ലേ വയനാട്ടിലെ കൽപ്പറ്റയിലെ അതിനെക്കാട്ടിലും ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് നിന്ന്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പോൾ ഞാനത് എന്തായാലും തിന്നിട്ട് അല്ലെ ഇപ്പം മൊത്തം ഇറക്കൽ വീണു. ഇതിൽ തുറന്നിട്ട് ഇനി ഇവിടെ ഞങ്ങളെക്കാട്ടിലും മുന്നേ വന്ന വില എല്ലാവരും കറണ്ട് ബില്ല് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുക. അതടിച്ചാൽ നമുക്ക് നമ്മളെ പണി നോക്കി പോവാം, അതായത് ഹോസ്പിറ്റലിലേക്ക് പോവാം. 18,500 ബില്ല്. 500 145. ഓക്കെ, ആശ്വാസമല്ലേ നമുക്ക്? അതെ, 500 ഇല്ല. വല്ല സോളാറൊക്കെ വെക്കേണ്ട ടൈമായി കിട്ടുമെങ്കിൽ മിക്കവാറും. ഇനി യാത്രകൾ തുടങ്ങാം ഗൈസ്. ഫുള്ള് ബ്രേക്ക് പിടിച്ചിട്ട് അങ്ങനെ പോണേ. ഹെൽമെറ്റ് ഉണ്ട്, അതിനെക്കൊണ്ട് തലക്കാവും പറ്റൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേണം. നമുക്ക് അത്രയും വലിയ സാഹസങ്ങളിലേക്ക് മുതിരണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ള് ബ്രേക്ക് അടിച്ചാലും നല്ല വണ്ടി പോകും അങ്ങനെ. ഇല്ല, ബ്രേക്കും ക്ലച്ചൊക്കെ ഇപ്പം അതിൻ്റെ സേഫായിട്ടില്ല. നല്ല വെയിലൊക്കെ അടിച്ചു നിൽക്കുന്നതാണ്. ഞാനിപ്പോ വെയിലെന്ന്, അതായത് നല്ല വെയിലാന്ന് പറഞ്ഞപ്പോഴേക്ക് വെയില് പോയി. ഇപ്പൊ അതാക്കുന്ന മഴക്കാറ് വരുന്നത്. അതാണ് ഞാൻ അതിനെക്കുറിച്ച് ഓവർ മിണ്ടാത്തത്. എനിക്കറിയാം ഇപ്പം തന്നെ പോകുന്നു. എന്തിനാ കുട്ടീനെ കണ്ട പാട്ടൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കൂലേ? ഞാൻ പെണ്ണുങ്ങളെ നോക്കിയില്ലേ, ഞാൻ ആണെല്ലാം പറയൂലേ? അതെ, ഉറപ്പല്ലേ, ഞാൻ പറയൂ. ഞാൻ ബൈസെക്ഷലാണെന്ന് പറഞ്ഞാലോ? ആവശ്യത്തിന് എന്റെ പാത്രം തെറ്റുണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടി ആയിട്ടൊക്കെ എത്തട്ടെ. കുറേ ഓടാനുണ്ട്. ആദ്യം ഇറങ്ങി നോക്കുമ്പം ഇതെല്ലാവരും വണ്ടിൻ്റെ ഉള്ളിൽ പൊള്ളിക്കണ്ടേ. ആകെ ഒരു ഇത്തിരി പൂർണ്ണ സ്ഥലമല്ലേ. പൊളിച്ചില്ലേ? കൊള്ളിച്ചില്ലേ? എക്സ്പീരിയൻസ് വേണം. അതെ, എല്ലാത്തിനും. എൻ്റെ കോട്ട ഇതാ ഇടാറില്ലേ? എൻ്റെ കോട്ടേഷൻ എൻ്റെ കോട്ടേഷൻ നമ്മളെ കോട്ടും
ഇത് സേഫ് ആക്കണം. അത് ആരോട് വാങ്ങിയാ? അതെ, ആ ഹെൽമെറ്റ് അല്ലേ നമ്മൾ ഹെൽമെറ്റ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഹെൽമെറ്റ് ആകുമ്പോൾ എവിടെയും വെക്കാം, പോയാലും പ്രശ്നമില്ല. പോയാലും ഒരു പ്രശ്നമില്ല. 3 ക്യാമറ കൊടുക്കണം, അത്രേ ഞങ്ങൾ വലിയ തള്ളു നോക്കുന്നു, തപ്പി കണ്ടുപിടിക്കട്ടെ. പുതിയ മോതിരം വാങ്ങിക്കുകയും കൂടിയിട്ട് നമുക്ക് പഴയ മോതിരം തന്നെ ഇടാം. അതെ, പഴയ മോതിരത്തിന് നമ്മളങ്ങനെ തള്ളിക്കളയുന്നത്. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. അവിടെ ഇന്ന് ഓല് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ കാണിച്ച് ഓല് വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഓല് വിളിക്കണം. ഞാനാണെങ്കിൽ ഇന്ത്യയിൽ മൈക്ക് ഉണ്ടായിട്ട് ഞാനത് എടുത്തില്ല. എന്നിട്ട് ഞാൻ ഈ സൗണ്ട് ഇല്ലാത്ത വീഡിയോ അത്രയും അപ്ലോഡ് ചെയ്ത്. ഇനി അടുത്ത വീഡിയോ, അതായത് ഇതിപ്പോൾ ഇനി ഇവിടുന്ന് പുറേ പോയിട്ടാണല്ലോ ഇനി മൈക്ക് എടുക്കാനായി. ആ മൈക്കൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നല്ല സൗണ്ടുള്ള രീതിയിൽ ഇടുന്നുണ്ട്. അതായത് ഞാനൊരു 4000 റുപ്യക്ക് കുറേ ദിവസം മുമ്പ് ഒരു മൈക്ക് വാങ്ങിയിരുന്നു. ഇത്രയും കാലം ഞാൻ ആ മൈക്ക് ഉണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഓർമ്മ വന്നത്, ഇന്ത്യയിലൊരു മൈക്ക് ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഞാൻ ഈ സൗണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്നത്. അതെ, പക്ഷെ ഇന്ത്യയിലുള്ള മൈക്ക് ചോദിക്കുന്നതിന് കാര്യമുണ്ട്. കാരണം അത് പ്രൊഫഷണൽസ് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന മൈക്കാണ്. എടാ, ഞാനാണ് എന്നോട് പറഞ്ഞത് ഈ ഹോളി ലാൻഡിന്റെ മൈക്ക് അടിപൊളിയാണ്. എന്നിട്ട് ഇഞ്ച വാങ്ങിയല്ലേ ഇനി വാങ്ങിയാൻ? എടാ, അങ്ങനല്ല. പക്ഷെ എനിക്കതിൻ്റെ നീഡുണ്ടോ? എനിക്ക് നീഡുണ്ട്. ഞാൻ എത്ര ആഡ്സുകളൊക്കെ എടുത്ത് എന്തായാലും ഇപ്പം പ്രൊഫഷണൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതൊക്കെ എന്തുണ്ട്? ആ ഹോളി ലാൻഡിൻ്റെ മൈക്കുണ്ട്, ഇപ്പം പ്രൊഫഷണലല്ല, ബന്ധത്തിൻ്റെ മൈക്ക്. എടാ, എനിക്ക് അങ്ങനെ മൈക്ക് കാണിച്ചിട്ട് പ്രൊഫഷണലിസം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു യൂട്യൂബറാണ്. അതിൻ്റെ പിന്നെ മക്കൾക്ക് അതിൻ്റെ ഒരു പോരായ്മ എൻ്റെ മോട്ടറുണ്ട്. ആ മൈക്കിന് മൈക്കില്ലാത്തതിൻ്റെ പോരായ്മ എൻ്റെ മോട്ടറുണ്ട്. നമ്മൾ വായിച്ചെടുക്കാൻ പറ്റും. അതുണ്ട് കാണോ? അതുണ്ട്. അതായത് നമ്മളിപ്പം പറയുന്നത് തന്നെ തികച്ച മര്യാദ കേൾക്കൂല എനിക്ക്. ആ ഒരു പ്രശ്നമാണ്. കയ്യിൽ മൈക്ക് ഉണ്ടായിട്ട് ഹോളിലാൻഡാണല്ലോ മൈക്കായ പോലെ സംസാരിക്കാൻ പറ്റിയ അതുണ്ടായിട്ട് പിന്നെ ഉപയോഗിക്കുന്നില്ല. ഉള്ളത് വരെ മറന്നുപോയി. കാരണം പിന്നെ എത്ര അതപതിച്ചവനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതപ്പതിച്ചവനല്ല, എന്നോട് മറന്നു പോയിട്ടല്ലേ, സത്യമായിട്ട് മറന്നുപോയാ. ഞാനെനിക്ക് അത്രയും അധ്വാനിച്ച് കൊല്ലങ്ങളായിട്ട് കൂട്ടി വെച്ച് വാങ്ങി മൈക്കഴിഞ്ഞു പോയി. എന്താ പറയണ്ട? എന്താ? അതെ, ഇനി ഇവിടുന്ന് വിളിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഫോണിന്റെ ബാക്കിൽ പാസ്സൊക്കെ വെച്ചേക്ക്. ഒഫീഷ്യലി ഇവൻ എന്തായി? രോഗിന്റെ കൂടെയുള്ള ആളായി. അതെ, ഇനി അത് ചെറുതായിട്ടൊന്ന് മൊയിലാഞ്ചിട്ടേ. അതല്ല, പൊരയില് മൊയിലാഞ്ചിയൊക്കെ കണ്ടപ്പോ ഒരു ത്രികോണം സ്റ്റാറ് സത്യമായിട്ട് അറിയില്ലടോ. ഞാൻ പൊരയില് മൊയിലാഞ്ചി കണ്ടപ്പോ ഒരു ആവേശത്തിന് ഇട്ട് നോക്കിയതാ. അന്നപ്പാണ് അതിങ്ങനെ ആയിപ്പോയി. കളിയാക്കരുത്, കണ്ണാക്കിട്ടരായി എനിക്കറിയാം. ഞാനിതിന്റെ ബേക്ക് കാണിച്ചു തരാൻ നോക്കിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവന് എന്താ പറയാ ഭയങ്കര സെറ്റപ്പ് ആയി പോയി, ഇല്ലുമിനാറ്റി ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ സംഭവമല്ല, ഞാനൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയാം. ഞാൻ ഉദ്ദേശിച്ചത് അതിനൊരു ഇല്ലുമിനാലിറ്റി സെറ്റപ്പ്, സ്റ്റാറും ട്രയാങ്കിളും ഇതൊക്കെ ആയിട്ടുള്ള. പിന്നെ ഏതോ ഒരു മണ്ടൻ സഭയിലൊക്കെ കൂടി ഞാൻ വിചാരിച്ചു. അല്ല, എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം. 4 ഇപ്പത്ര ടൈം? കൂറേ ഇപ്പത്ര ടൈം? 4:35. രാവിലെ ചായ കുടിച്ചാണ്. പിന്നെ ഇപ്പോഴാണ് ചോറ് തിന്നുന്നത്. എന്തായാലും ഇവിടെ ഇരുന്ന് തിന്നാനുള്ള സ്ഥലം ഉണ്ടെന്ന് താഴ്ത്തുന്ന ഒരാൾ സജസ്റ്റ് ചെയ്തപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി പോന്നു. പക്ഷേ ഇവിടെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട്, കൂറയും പറ്റിയും ഒക്കെ. വി ഡോണ്ട് കെയർ, കാരണം നമുക്ക് മണ്ണാച്ചനെ മാത്രമേ വലിയ പേടിയുള്ളൂ. ബാക്കിയുള്ള ജീവിയൊക്കെ കല്ലില്ല. എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വിളമ്പി തിന്നട്ടെ. പക്ഷെ ആദ്യം ഇവരെയൊക്കെ ഇങ്ങനെ കൂറകൾ പാഞ്ഞു നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. സ്വല്പം ചോറ് ഓനും, സ്വല്പം ചോറ് എനിക്കുമാണ്. അന്നപ്പം വലിയ പ്ലേറ്റ് ഏട്ടനും ചെറിയ പ്ലേറ്റ് അനിയനും എന്നാണ് ഓൻ പറഞ്ഞത്. ഇത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അനിയന്മാർ ചെറിയ പ്ലേറ്റ് തിന്നാനായിട്ടേ ഉള്ളൂ എന്നാണ് ഓൻ പറഞ്ഞത്. പിന്നെ ഏട്ടൻ പറയുമ്പോൾ നമ്മൾ കേൾക്കണമല്ലോ, പിന്നെ അതിൽ വലിയ ദിക്കൊന്നും ചെയ്തില്ല. എന്തായാലും ചോറ് വിളമ്പി കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. വിഭവ സമൃദ്ധമായ സദ്യ പോലെയാണ്. കുറേ ചോറ് തിന്നു. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കഷ്ണം വിൽക്കുമോ നോക്കുക. എടുക്കുക
അതെനിക്കറിയില്ല. ഇതിന് കയ്യിലില്ല. ചക്കല്ല. ആളവിടെ ചക്കാണ്. അപ്പോൾ ഇത് ഇളക്കിയെടുത്ത് പിന്നെ വരാം, കാരണം ഇതിനൊരു കയ്യിലില്ല. എന്തായാലും ഐ തിങ്ക് ഉണക്കമീനാണ്. അല്ലേ? ആണല്ലോ. എന്തോ സാധനോ ഇതെന്താ? വൈതനങ്ങ അങ്ങനെ എന്തോ. വൈതനങ്ങ പൊരിച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. രസല്ല. അല്ലല്ലപ്പാ. അതെ. എന്തായാലും ഇത് കഴിക്കട്ടെ. ഞാൻ എപ്പോഴോ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാനിപ്പം വെയിറ്റിങ്ങിലാണ്. ഇതാക്കുന്നപ്പേന് ഇത്ര നേരമായിട്ടും കഴിച്ച് കഴിഞ്ഞില്ല. പകുതി ഇല്ല ഇല്ലല്ലോ. ഈ പാചകത്തിന്റെ പകുതി ഞാനാണ്. അത് ശരി. അത് ഫസ്റ്റ് തുറന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ. അത് ഉണ്ട്. ഓ അപ്പൊ കണ്ടല്ലേ അതിന്റെ വില എന്ത് ചെയ്ത് 2 കോരലിട്ടായിരുന്നു. അതല്ല നോർമൽ ഒരാൾ കഴിക്കുന്ന അത്ര ഞാൻ കഴിച്ചിക്ക്. നോർമൽ ഒരാൾ കഴിക്കുന്ന അത്ര കഴിച്ചില്ല. കഴിക്കുന്നതിന്റെ കുറച്ച് കുറവ്. കുറച്ച് കുറവ്. ഇനിയൊരു നോർമൽ ഒരാൾ കഴിക്കുന്നതിന്റെ ഒരു കുറച്ച് തോന്നി. ഞാൻ 7 നേരം ഫുഡ് കഴിക്കുന്നതാ. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും തിന്നലുണ്ട്. അപ്പൊ ഇന്ന് ആകപ്പാട് രാവിലെ 10 മണി ആയപ്പോ 10:10 ചായ കുടിച്ചത്, ദോശയും ചായ കുടിച്ച, പിന്നെ ഒന്നും കുടിച്ചില്ല. അപ്പൊ അതിന്റെ രീതി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കഴിക്കണം. ഇപ്പൊ കഴിക്കാനല്ലേ കുറച്ച് അത്യാവശ്യം ഫുഡ് കയറണം. അതെ, ഫുഡ് കയറണം. അയവ ഒരു കൂറ ഇതാക്കണ ഇവിടുന്നൊക്കെ എങ്ങനെ കഴിച്ചെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫുൾ കൂറാണ്. കൂറ് കയറുന്ന സ്ഥലമാണ്. അതെ, ഫുൾ ചെറിയ മക്കളാണ്. ചെറിയ മക്കൾ. അതായത് വലിയ തെറ്റൊന്നുമില്ല, ചെറിയ 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 കൂറുകൾ. ഫൈനലി ഇവൻ തിന്ന് കഴിഞ്ഞു. എന്താണെന്ന് പറയാത്തേ? അതെ അതെ. ഇതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ താഴോട്ട് ചലിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ പോയി നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കാം. വിജയാനും എല്ലാവരും പോയി. അതായത് ഇവിടെയുള്ള അമ്മായിമാരൊക്കെ പോയി. ഞാനും എൻ്റെ അരുമയാന വല്യമ്മയും മാത്രമായി ഇപ്പം വരാം. അതായത് ഇപ്പം ടൈം 7:45 8 മണിയേറ്റാനോ ആവാനായിക്ക്. അതായത് ഓല് വൈകുന്നേരം 4 മണിക്കോ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഓല് പോയിക്ക്. ഇപ്പം വൈകുന്നേരം മറ്റേ രാത്രി 7:45 ആയി. ഇനി എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഒരു പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രി 10 മണിയായി. പിന്നെ ഫ്ലോറിൽ ഫുഡ് കഴിക്കട്ടെ. തുറക്കൂ സിസേ. ഒരു വിശാലമായ എൻ്റെ ഫ്ലോർ. എൻ്റെ ഫ്ലോറല്ല, ഫ്ലോർ. ഈ ചെരുപ്പൊന്നായിട്ട് പൊളിഞ്ഞ് കിടക്കുകയാണ്. എപ്പോഴാ പൊളിഞ്ഞ് കയ്യിൽ പോരുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഓട്ടം മരുന്ന് വാങ്ങാൻ. അല്ല, ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഓട്ടമാണ്. എന്തായാലും മരുന്ന് വാങ്ങട്ടെ. എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് കൃതാർത്ഥന ഇരിക്കുകയാണ്. പക്ഷേ ഈ ചെറുപ്പമ്മ തല വെച്ചിട്ട് നല്ല വേദനയുണ്ട്. പിന്നെ ആണെങ്കിൽ കിടക്കുന്ന തണുപ്പും കയറുന്നുണ്ട്. ബട്ട് ഐ ആം ഹാപ്പി. എന്തായാലും ഓവർ വലിച്ചു നീട്ടുന്നില്ല. നാളെ ഇതിൻ്റെ പാർട്ട് ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.